10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങൾ കേട്ടല്ലോ, ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ കുറച്ച് ദിവസങ്ങളായി ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയായ വിഷയമാണ്. പക്ഷേ അതിന് താഴെ വന്ന മോശമായ കമന്റുകൾ, അതായത് ആ സ്ത്രീ മുഖം മറയ്ക്കാതെ വന്ന് അവർ അനുഭവിച്ച വേദനകൾ, ബുദ്ധിമുട്ടുകൾ സമൂഹത്തോട് അറിയിക്കാൻ, അത് അറിയിക്കുന്ന എന്തിനാണ്? നാളെ ഇത്തരത്തിൽ ആരും എത്തിപ്പെടുമ്പോൾ, അതായത് പിന്നെ വിദേശത്തോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലോ ഒക്കെ എത്തിപ്പെടുമ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഒരുപക്ഷെ ഇത്തരത്തിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ടാകാം. പക്ഷെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിദേശത്തേക്ക് കൊണ്ടുപോകും. ഈ ക്ലീനിങ് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാണ് പല സ്ത്രീകളും വിദേശത്തേക്ക് ആദ്യം കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവരെ കൊണ്ടുപോയത് അങ്ങനെയാണ്. കൊണ്ടുപോയ സ്ത്രീ പറയുന്നത് ഒന്ന് കണ്ണടച്ചാൽ മതി. പക്ഷെ അതിന്റെ അർത്ഥം അവർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഒരു ദിവസം 23-ലധികം പേർ ഒരു ദിവസമാണ് ആ സ്ത്രീയുടെ ശരീരം ആസ്വദിക്കാൻ വന്നത്. അതിൽ മലയാളികളാണ് കൂടുതൽ എന്നാണ് അവർ പറയുന്നത്. പിന്നീട് അവര് വന്ന 5-6 പേരിൽ പലരോടും അവരുടെ അവസ്ഥ പറഞ്ഞ് അവരുടെ അവസ്ഥ മനസ്സിലാക്കി പലരും അവരുടെ ശരീരം തൊടാതെ അല്ലെങ്കിൽ ശരീരം ആസ്വദിക്കാതെ ഉപയോഗിക്കാതെ പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം അവർ ഇടപെട്ടാണ് അവരെ തിരിച്ചവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. സത്യത്തിൽ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിക്കായി പോയതിനു ശേഷം പിന്നീട് പലരും അത്തരത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരുടെയും അനുഭവങ്ങൾ, പലരും വീട്ടു ജോലിക്കെന്നും പറഞ്ഞോ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലിയാണെന്നൊക്കെ പറഞ്ഞ് പാക്കിംഗ് ജോലിയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ, മിക്കതും ദുബായിലൊക്കെയാണ് സ്ത്രീകൾ ഇങ്ങനെ പലപ്പോഴും, ദുബായ്, ഒമാൻ, കുവൈറ്റ്, സൗദി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണ് സ്ത്രീകൾ ഇത്തരത്തിൽ അവരുടെ ശരീരം ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കൊണ്ടുപോയിട്ട് പിന്നീട് അവരൊരു ഫ്ലാറ്റിൽ അടച്ചിടുന്നു. പിന്നീട് ഈ വരുന്ന ആളുകൾക്ക് അവിടെ ഒരു മിക്കവാറും ഇതിൻ്റെയൊക്കെ പിന്നിലെ സ്ത്രീകളായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും സ്ത്രീകൾ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ പലർക്കും സംശയം തോന്നില്ല. എന്ന് വെച്ചാൽ സ്ത്രീകളാണല്ലോ, നമുക്ക് സമാധാനം ഉണ്ടല്ലോ. പിന്നീട് അറിയാവുന്ന സ്ത്രീകളാകുമ്പോൾ പൊതുവെ സംശയം തോന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ജോലിക്കായി ഇവിടെ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഈ ശരീരം വിൽപ്പനയ്ക്കാണ് അവിടെ കൊണ്ടുപോകുന്നത്. ഇത് മനസ്സിലാക്കാതെ ക്ലീനിങ് സ്റ്റാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും അറബിയുടെ വീട്ടിലെ ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ പാക്കിംഗ് സ്റ്റാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പോ എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ കൊണ്ടുപോകുന്നു അവിടുത്തെ ജോലിക്കോ എന്നൊക്കെ പറയണം. എന്നിട്ട് ഈ വിസയ്ക്കും ഈ ടിക്കറ്റിനും ഒക്കെ ഇവരിൽ നിന്ന് പണം വാങ്ങും. ഇവർ ആരെയെങ്കിലുമൊക്കെ കടം വാങ്ങിയോ പലിശയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ മക്കളുടെ കയ്യിലും കഴുത്തിലും ഒക്കെ കിടക്കുന്നതോ അല്ലെങ്കിൽ തൻ്റെ കഴുത്തിലൊക്കെ താലി വരെ കൊണ്ടുവന്ന് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഒക്കെയാണ് ഇവർ ആ പണം ഈ കൊണ്ടുപോകുന്ന ആൾക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇവരിവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ ജീവിതം കെട്ടിപ്പടുക്കാം, വീട് വെക്കണം, മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബകാര്യങ്ങൾ, കടം തീർക്കൽ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെ തീർക്കണം, സമാധാനമായ ഒരു ജീവിതം വേണം എന്നൊക്കെ പറഞ്ഞാണ് പലരും കയറി വിദേശത്തേക്ക് പോകുന്നത്. പോയി കഴിഞ്ഞതിന് ശേഷം പ്രവാസ ജീവിതമൊക്കെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്. പോയി കഴിഞ്ഞതിന് ശേഷം അനുഭവിക്കുന്ന യാതനകൾ വല്ലാതെ, ചുരുക്കം ചിലരാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ രംഗത്തെത്തുന്നത് അല്ലെങ്കിൽ ഇത്തരം ജോലിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. അതിൻ്റെ താഴെ പലരും ചോദിക്കുന്നുണ്ട്, മുഖം മൂടിയില്ലെങ്കിൽ നാളെ നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലല്ലോ, അവരെ നാളെ ഈ ഒരു കണ്ണോടെയല്ലേ ആളുകൾ കാണൂ, നാളെ നിങ്ങളെ സമൂഹം ഈ ഒരു കണ്ണോടല്ലേ കാണൂ, ഇവൾ പക്ക വെടി എന്ന് പറയുന്നവരുമുണ്ട്. അത്ര മോശം കമന്റുകൾ ഇടുന്നവരുമുണ്ട്. പക്ഷേ അവർ മുഖം മറയ്ക്കാതെ വന്ന് നിൽക്കുമ്പോൾ ആർക്കും അവർക്കറിയാം എൻ്റെ ശരീരം ഉപയോഗിച്ച ആരൊക്കെയാണ്, എൻ്റെ ഇന്ന ആളുകൾക്ക് അത് ഉപയോഗിച്ച മലയാളികളടക്കം ഇത് കാണുന്നവർക്കൊരു ലേശമെങ്കിലും കുറ്റബോധം തോന്നണം. കാരണം അവരെ വിശ്വസിച്ച് ഇവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാകും. ഇവർ അന്യനാട്ടിൽ ചെന്ന് കിടന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ ഈ ഭാര്യയും മക്കളും അറിയില്ല. പ്രത്യേകിച്ച് ഈ ഗൾഫുകാരുടെയോ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെയോ ഭാര്യമാരെന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശ കണ്ണോടുകൂടിയാണ് പലരും അവരെ കാണുന്നത്. അത്തരത്തിൽ ഈ ഭർത്താക്കന്മാർ അവിടെ ചെന്ന് കിടന്ന് കാണിക്കുന്നതെന്ന് പാവം ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ അറിയുന്നില്ല. ഇതുപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ എന്താ പറയുക, അവരെ മുതലെടുക്കുന്നത് പലരും മലയാളികളാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ
ഈ നല്ല ജോലിക്കായി കൊണ്ടുപോകുന്ന പലരുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നല്ല ജോലിക്ക് പൈസ വാങ്ങിയിട്ട് അവരുടെ സുരക്ഷ പോലും ഉറപ്പാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഏജന്റുമാരുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ പലയിടത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഈ വൃത്തിയുടെയൊക്കെ പറഞ്ഞ് കണ്ടന്റൊക്കെ ഇടുന്ന ഒരു സ്ത്രീയുണ്ട്. അവരെ പിന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്, അവരെ ഒരു കസിൻ, അവരുടെ ബന്ധത്തിലുള്ള ഒരു കസിൻ കൊണ്ടുപോയിട്ട് അവർക്ക് അവസാനം നിവർത്തിയില്ലാതെ അവരിത് തെരഞ്ഞെടുത്തു. പിന്നീട് ഇതിൽ നിന്ന് വലിയ പണം കിട്ടി, അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ട് അവർ ഇത് തന്നെ തൊഴിലാക്കി. പല സ്ത്രീകൾ അവിടെ പോയി സ്പാ ഇടുന്നു, അതിൻ്റെ മറവിൽ പല തട്ടിപ്പുകൾ നടത്തുന്നു, പിന്നെ ലൈംഗികപരമായ പല കാര്യങ്ങൾ നടക്കുന്നു. അത്തരത്തിൽ പിന്നെ അതിൽ ജോലിക്കെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന സ്ത്രീകളും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരത്തൊക്കെ ഇത്തരം സ്പാകളൊക്കെ ഉണ്ടായിരുന്നത് വി രാജേഷ് അടക്കം ഇടപെട്ട് അതിനെ പൂട്ടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ കയറിപ്പോകുന്ന ഏത് രാജ്യങ്ങളിലൊക്കെ കയറിപ്പോകുന്ന സ്ത്രീകളോടാണ് നിങ്ങൾ അവിടെ സുരക്ഷിതമാണോ എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാനോ ചിന്തിക്കാനോ ചിലപ്പോൾ കഴിവുണ്ടായി എന്ന് വരില്ല. അതിന് മുതലെടുക്കാൻ ഇവിടെ കുറെ ആളുകളുണ്ട്. നിങ്ങളുടെ ശരീരത്തെ പണമാക്കി വിറ്റ് പണമാക്കി ജീവിക്കാൻ കഴിയുന്ന കുറെ എണ്ണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ പറയുകയാണ് 23 പേർ ഒരു ദിവസം ആ സ്ത്രീയുടെ ശരീരം ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ അവർ മാനസികമായും ശാരീരികമായും അനുഭവിച്ച വേദന എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഇപ്പൊ ലൈംഗിക ജീവിതം തൊഴിലാക്കി മാറ്റിയ സ്ത്രീകളുണ്ട്, നളിനി ജമീലെ പോലുള്ളവർ. അവർ പറയുന്നത് അവരെ ഒരു പരിധിവരെ ഈ ജോലി ആസ്വദിച്ച് ചെയ്തവരായിരിക്കും. പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ലൈംഗിക തൊഴിൽ എന്ന് പറയുന്നത് വളരെ കുറ്റകരമായ ഒരു ജോലിയാണെന്നല്ല പറയുന്നത്. ഈ മുഖം ചുളിക്കുന്നവർ തന്നെ രാത്രിയാകുമ്പോൾ എത്ര പേരാണ് ഇവരെ തേടി പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ കേൾക്കുന്ന പലരും മുഖം ചുളിക്കും, അയ്യോ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം രംഗത്തെത്തും. ലൈംഗിക തൊഴിലെന്ന് പറയുന്നത് അതും മറ്റുള്ള തൊഴിലിനെ പോലെ തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോൾ മുംബൈയിലെ റെഡ് സ്ട്രീറ്റ്, കൊൽക്കത്തയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ലീഗലായിട്ടുള്ള പിന്നെ എന്താ പറയുക ഈ പിന്നെ വേശ്യാലയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലും അത്തരത്തിൽ വേണമെന്നൊക്കെ പലരും പറയുന്നതും പല ബുദ്ധിജീവികൾ അത്തരത്തിൽ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കൊച്ചു കുട്ടികളോട് പോലും ഈ ലൈംഗിക ചുവയോടെയും ലൈംഗിക അതിക്രമങ്ങളോടെയും, അതായത് ജനിച്ച് മാസങ്ങൾ തികയാത്ത കൊച്ചുങ്ങളോട് പോലും ലൈംഗിക അതിക്രമം കാണിക്കുന്ന കുറെ എന്താ പറയുക കുറെ വൈകൃതമുള്ള ജന്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവന്റെയൊക്കെ ഈ വൈകൃതം ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള ചില സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഇവനൊക്കെ സൂക്കേട് തോന്നുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറി പോയാൽ മതിയല്ലോ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ണ് വെക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ 5-ലും 6-ലും പഠിക്കുന്ന പെൺകുട്ടികളെ ഇപ്പോൾ ഒരു ഇൻസ്റ്റയിലൊക്കെ പരിചയപ്പെട്ടിട്ട് കാമുകിയും കൂട്ടുകാരെയും ഒരേ സമയം പീഡിപ്പിക്കുന്നവന്മാരുടെയൊക്കെ വാർത്തകൾ നമ്മൾ പുറം ലോകത്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒരിടവും സുരക്ഷിതരല്ല എന്ന് ആദ്യ സ്ത്രീകൾ തിരിച്ചറിയുക. ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മൾ വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് തെളിവുകൾ, ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു പെൺകുട്ടി കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞതാണ്, ഉമ്മയും ബാപ്പയും, അതായത് ബാപ്പ എന്ന് പറഞ്ഞ രണ്ടാനച്ഛൻ, ഉമ്മ ബാപ്പയ്ക്ക് തന്നെ കാഴ്ച വയ്ക്കും, അല്ലെങ്കിൽ തന്റെ നഗ്ന ഫോട്ടോസ് എടുക്കാൻ ഉമ്മ പിടിച്ചു വെച്ച് കൊടുക്കും, തന്നെ ലൈംഗിക ഉപദ്രവിക്കാൻ ഉമ്മ പിടിച്ചു വെച്ച് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം, രണ്ടാനച്ഛനായ ബാപ്പയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട്. ഏത് രാജ്യങ്ങളിലും നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ആദ്യം ചിന്തിക്കുക. ഈ കൊണ്ടുപോകുന്നവരുടെ ഉദ്ദേശം നല്ലതാണോ എന്ന് ചിന്തിക്കുക. അല്ലാത്ത പക്ഷം എവിടെ പോയാലും നമ്മൾ സുരക്ഷിതരല്ല. സ്വന്തം വീടുകളിൽ സുരക്ഷിതരല്ലാത്ത നമ്മൾ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾ സുരക്ഷിതരാകുന്നത് എന്ന് കൂടി ചിന്തിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങളുടെ മക്കളെ നാളെ അങ്ങോട്ടേക്ക് അയക്കുന്നെങ്കിലും, ഏതെങ്കിലും രാജ്യത്തെ ജോലിക്ക് അയക്കുന്നെങ്കിലും ഒക്കെ നിങ്ങൾ ഇത്തരം ജോലികളിലേക്ക്, ഇപ്പോൾ മറ്റു ജോലികളിലേക്ക് പോകുന്നവർക്ക് കുറച്ചുകൂടി ചിന്തിക്കാനും ഇതിനുള്ള കഴിവുണ്ട്. അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരാനുമുള്ള അവകാശം. പക്ഷെ ഇത്തരം ജോലിക്ക് പോകുന്നവരുടെ പാസ്പോർട്ട് വാങ്ങി വെക്കും, അവർക്ക് വരാൻ കഴിയില്ല, അവർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വല്ലാത്തൊരു ദുസ്സഹമായ ജീവിതത്തിലേക്കായിരിക്കും അവർ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും മരണം അല്ലെങ്കിൽ ഇത്തരം രീതി തുടർന്നു പോകുക, ഇത് മാത്രമേ അവരുടെ മുന്നിൽ ഉണ്ടാകൂ. സ്വാഭാവികമായി എല്ലാവരും ഇത്രയും പണം ചിലവാക്കി വന്നതാണ്, കുടുംബത്തെ രക്ഷിക്കണം, കുടുംബം എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നവരാണ്. ഗതികേട് കൊണ്ട് പെട്ടുപോയവരാണ് നിരവധി പേർ എന്ന് പറയുന്നത്. 1-2 പേർ ഇതുപോലെ രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിലും രണ്ടാളോ ആയിരിക്കും സത്യം പോലെ തുറന്നു പറയുന്നത്, അവരുടെ അനുഭവം പങ്കുവെക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അവരെ നെഗറ്റീവ് ആക്കാനല്ല ശ്രമിക്കേണ്ടത്,
അതിൽ നിന്ന് മറ്റുള്ളവർ ഒരാളെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം.